ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 7 മാസമായിട്ട് ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈഫിലെ കുറേ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളൊരു സ്വപ്നങ്ങൾ കൂട്ടി കൂട്ടി വെക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എന്നാൽ പിന്നെ നീ അതങ്ങ് ചെയ്യടോ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. ഞാനും അങ്ങനെ ഓരോന്നായിട്ട് നേടിയെടുത്ത് തുടങ്ങുമായിരുന്നു. ഈ 7 മാസം കൊണ്ട് എൻ്റെ മൈൻഡിൽ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ഉറപ്പൊന്നും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ കേട്ടോ. പക്ഷേ സാധിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹം വല്ലാണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ തയ്യൽ മെഷീനും ഇതായിപ്പോൾ ഈ കാണുന്ന നമ്മളുടെ ഡ്രസ് ഫോമും പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ സ്വന്തം കാശ് കൊണ്ട് എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അതത്ര എളുപ്പമൊന്നായിരുന്നില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്താലും സക്സസ് ആയിക്കൊള്ളണമെന്നൊന്നും ഇല്ലല്ലോ. അത് എപ്പോഴെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസമേ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്. ഒരുപാട് അധ്വാനിച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എനിക്ക് അതിനൊരു ചെറിയ രീതിയിലെങ്കിലും പ്രതിഫലം കിട്ടാറുണ്ട്. ആ ഒരു വിശ്വാസമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേ വലിയ രീതിയിലൊന്നും ആയിട്ടുണ്ട് എന്ന് ഞാനിപ്പോഴും അഭിപ്രായപ്പെടുന്നില്ല കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇനി വീഡിയോ ചെയ്യാനും അത് മാത്രമല്ല ഇനി വലിയൊരു സ്വപ്നം മുന്നിൽ കിടപ്പുണ്ട്. അതിന് വേണ്ടിയിട്ടും എനിക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഓൺലൈനായിട്ടല്ല കേട്ടോ. ഞാൻ ഓൺലൈനായിട്ട് തന്നെ, അതായത് ഞാൻ സ്റ്റോറിൽ നിന്ന് അവരോട് കോൺടാക്ട് ചെയ്തിട്ട് വാങ്ങിച്ചതാണ്, അല്ലാതെ ആമസോൺ അങ്ങനെയുള്ള ആപ്പിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ. ഞാൻ സൈസ് 8 ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വരുക്കൂട്ടലാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ തോൽവിയോ കാര്യങ്ങളോ ഒക്കെ ആരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ അവർ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ മാത്രമാണ് അവർക്കതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അവരതൊരു കഥ കേൾക്കുന്ന പോലെ ലാഘവത്തിലായിരിക്കും കേട്ടോ അവർ കേൾക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പരാതികളും എല്ലാം തന്നെ അത് അർഹിക്കുന്നവരോട് മാത്രം ഷെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യവും ഞാൻ പഠിച്ചത് ഈ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെയാണ് കേട്ടോ.